ഹായ്. വീണിടം വിദ്യയാക്കുന്നവൾ വിദ്യ. സിനിമ നമ്മളെ ഇത്രയും എൻ്റർടൈൻമെൻറ്റ് ചെയ്യിപ്പിക്കുന്ന വേറൊരു പ്രോഗ്രാം ഇല്ലയെന്ന് തന്നെ പറയാം. നമുക്ക് ചുറ്റും നടക്കുന്ന കാര്യങ്ങളും നമ്മൾ നേരിട്ടറിയാവുന്ന കുറച്ച് ആൾക്കാർ എന്തിന് നമ്മളെ തന്നെ നമുക്ക് നേരെ തിരിച്ചു കാണിക്കുന്ന ഒരു മായാജാലമാണ് ഈ സിനിമ. പണ്ടൊക്കെ കുടുംബത്തോടെ ഒന്ന് പുറത്തു പോകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു സിനിമയ്ക്ക് പോക്ക് തന്നെയാണ്. എൻ്റെ കുടുംബമൊക്കെ 5 പേരും 5 പേരുടെ ഫാൻസ് ആയതുകൊണ്ട് 2020 പോലുള്ള ഒരു സിനിമ ഇറങ്ങിയാൽ മാത്രമേ നമുക്കൊന്ന് പുറത്തു പോകാൻ പറ്റുള്ളൂ. ഒരു കാലത്ത് നമ്മളുടെ ബുദ്ധി അളന്നുകൊണ്ടിരുന്നത് ഈ സിനിമയാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? പണ്ട് ടി വിയിൽ ഞാനും ഓമനമ്മയും കൂടെ പഞ്ചവടി പാലമൊക്കെ സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ നസീർ സാറ് ക്ലൈമാക്സിൽ വന്നിട്ട് ആ മുഖത്തെ ഉണ്ണിയെടുത്ത് ഒരു എറിഞ്ഞിട്ട് ഐ ആം ഡിറ്റക്റ്റീവ് സത്യപാലൻ എന്ന് പറയുമ്പോൾ ഓമനമ്മയുടെ ഒരു ഞെട്ടലുണ്ട്. എനിക്ക് തോന്നിയിട്ടുണ്ട് ഇത്രയും കാലമായിട്ടും അല്ലെങ്കിൽ ഇത്രയും നേരമായിട്ടും ഇത് പ്രേംനസീർ സാറാണെന്ന് അമ്മൂമ്മയ്ക്ക് മനസ്സിലായില്ലേ എന്ന്. ഇനി ഇത് 5 അല്ല 6 അല്ല 10ാമത്തെ പ്രാവശ്യം കണ്ടാലും അമ്മൂമ്മ ഈ ഞെട്ടും. കാരണം അമ്മൂമ്മയുടെ വിചാരം അമ്മൂമ്മ ഞെട്ടണത് ടി വിക്കകത്തിരുന്ന് പ്രേംനസീർ സാർ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇനി ഞാൻ ഞെട്ടിയില്ലെങ്കിൽ സാറിനൊരു വിഷമം വേണ്ടല്ലോ എന്ന് വിചാരിച്ച് അമ്മൂമ്മ ഞെട്ടണതാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇതേ അമ്മൂമ്മ ഇപ്പം നമ്മുടെ സീരിയലുണ്ടല്ലോ സ്ത്രീ ഈ വീടിൻ്റെ വിളക്ക്, അതിലെ നായിക റോള് ചെയ്യുന്ന കഥാപാത്രം നായിക മാറി 3ാമത്തെ നടി വന്നപ്പോഴും അമ്മൂമ്മയ്ക്ക് വലിയ കൂസലൊന്നുമില്ല. അമ്മമ്മയോട് ചോദിച്ചു, അമ്മമ്മ ഈ നായിക മാറിയിട്ട് എന്താ പ്രശ്നമെന്ന് ചോദിച്ചപ്പം അമ്മമ്മ പറയണം അത് മുട്ടുവിൻ തുറക്കപ്പെടും എന്ന ലിസ്റ്റിൽ അവൾ വന്നു കാണൂല, അതുകൊണ്ട് ഡയറക്ടർ അവളെ മാറ്റിക്കാണുമെന്ന്. അമ്മമ്മയൊക്കെ മോഡേൺ ആയിപ്പോയി, എന്തെന്ന് പറയാൻ. അല്ലെങ്കിലും പണ്ടത്തെ പോലെ ഈ റിപ്പീറ്റ് വാല്യുള്ള സിനിമയൊന്നും ഇപ്പം നടക്കുന്നില്ല. പണ്ട് വാത്സല്യം, തേന്മാവിൻ കൊമ്പത്ത്, മണിച്ചിത്രത്താഴ്, പപ്പൻ പ്രിയപ്പെട്ട പപ്പൻ, ഗോഡ് ഫാദർ, പറഞ്ഞാൽ തീരൂല, എക്സെട്ര 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 അങ്ങനെ പോകും. അതൊക്കെ കണ്ട് നമുക്ക് ഇനിയും കണ്ടാലും നമ്മൾ അതിൻ്റെ ത്രില്ലടിച്ചിട്ടിരിക്കുമല്ലേ. ഇപ്പോഴും ഒരു സിനിമ കണ്ട് തീർക്കാൻ നമ്മൾ പെടണ പാട്. ആ പണി സിനിമയൊക്കെ കണ്ട് തിയേറ്ററിൽ നിന്ന് വെളിയിലോട്ട് ഇറങ്ങുമ്പോൾ ആർക്കിട്ട് പണിയാന്നാണ് നമ്മുടെ ഉള്ളിൽ നമുക്ക് ഫീൽ ചെയ്യണം. സത്യം പറഞ്ഞാൽ നമ്മളൊക്കെ അങ്ങ് റിബലായിപ്പോവും. പിന്നെ ചോദ്യമുണ്ട്, ഈ സിനിമ സാധാരണക്കാരെ സ്വാധീനിക്കുന്നില്ലേന്ന്. സത്യമായിട്ടും അമ്മച്ചി സത്യം സ്വാധീനിക്കുന്നുണ്ട്. ഒന്നും വേണ്ട, സ്ഫടികം സിനിമ കണ്ടേ പിന്നെ മുണ്ടെടുപ്പിലിരിക്കാത്ത എൻ്റെ ബാലരാമപുരത്ത് വിജയമാമൻ തുടങ്ങി സ്പൈഡർമാൻ സിനിമ കണ്ടതിന് ശേഷം ചെലന്തി അങ്ങോട്ട് പിടിച്ച് കടിച്ച് ചെലന്തിയാവാൻ നടക്കണ മാമൻ്റെ മോൻ അപ്പുണ്ണി വരെ അതിന് ദൃക്സാക്ഷികളാണ്. പിന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഹൗ ഓൾഡ് ആർ യു സിനിമ കണ്ട് മഞ്ജു ചേച്ചി ആവാനുള്ള ഒരു കൊതിമൂത്ത് അടുക്കളയുടെ സൈഡിൽ ഒരു അടുക്കളത്തോട്ടം ഉണ്ടാക്കി എൻ്റെ ഉളിയനായിട്ടുള്ള വാവക്കുഞ്ഞമ്മയെ പറ്റിയിട്ട്. ഇപ്പം ആരെങ്കിലും കല്യാണത്തിന് പരാഗണം നടന്ന പച്ചക്കറി അന്വേഷിച്ച് വരുമെന്ന് വിചാരിച്ച് പാവ അങ്ങനെ ഇരിക്കുകയായിരുന്നു. അഗസ്ത്യകീരയാണെന്നും പറഞ്ഞ് ആരോ കൊടുത്ത അലങ്കാര ചെടി വളർന്ന് വലുതായി കഴിഞ്ഞപ്പോഴാണ് പോലീസ് വന്ന് 2 ഹൈഡ്രജൻ ബലൂൺ ഒന്നിച്ച് പിടിച്ചു കഴിഞ്ഞാൽ പറന്ന് പൊങ്ങിപ്പോണ ഷാജി കൊച്ചിനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയത്. അന്നാണ് കുഞ്ഞമ്മയ്ക്ക് ഈ സാഗർ ഏലിയാസ് ജാക്കി സിനിമ കണ്ട കാര്യം ഓർമ്മ വന്നത്. അതിൽ ലാലേട്ടൻ പണ്ടേ പറഞ്ഞിട്ടുണ്ട്, നർക്കോട്ടിക്സ് ഈസ് എ ഡേർട്ടി ബിസിനസ്. അത് അന്നും ഇന്നും എന്നും. ഇനി ഒരു CBI എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ നമ്മുടെ മമ്മൂക്ക തന്നെയാണല്ലേ. ഒരു കുങ്കുമക്കുറിയൊക്കെ തൊട്ടിട്ട് നടന്നു വന്നിട്ട് പിറകിൽ കൈയൊക്കെ കെട്ടിയിട്ട് ടൻ 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 ആ മ്യൂസിക്കൊക്കെ ഇട്ടില്ലെങ്കിൽ നമുക്കൊരു CBI ഫീൽ ചെയ്യില്ല. ആക്ച്വലി ഈ CBI എന്ന് പറയുന്നത് നമ്മുടെ ഹോം സിനിമയിലെ ഇന്ദ്രൻ സേട്ടനെ പോലെ ഒരു പാവമാണ്. അതാണ് അത്ര കണ്ട് വ്യത്യാസം നമുക്ക്. ദൃശ്യം സിനിമ കണ്ടിട്ട് ദൃശ്യം മോഡൽ കൊലപാതകം വരെ നടത്തിയിട്ട് ബോഡി കൊണ്ട് പോലീസ് സ്റ്റേഷനിൽ കുഴിച്ചിടാൻ പോയപ്പം അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയ കഥ വരെ നമ്മൾ പത്രത്തിൽ വായിച്ചിട്ടുണ്ടാവില്ലേ. ഇതൊക്കെ ഈ ഉദാഹരണം സുജാത കണ്ടിട്ട് IAS പഠിക്കാത്തതെന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. അതെല്ലാം പോട്ട് നമ്മളെ CID മൂസയിൽ ഹരിശ്രീ അശോകൻ ചേട്ടൻ ആ കമ്പിയുടെ ഇടയിൽ കൂടെ ഇറങ്ങി വന്ന് ഫോൺ എടുക്കുന്ന രംഗം കണ്ട് ഇൻസ്പിറേഷൻ മൂത്തിട്ടായിരിക്കും നമ്മുടെ ഗോവിന്ദചാമി ഈ ഇടയ്ക്ക് ജയിലിൽ ചാടി. വിത്തിൻ 3 hours പിടിച്ചോണ്ട് അകത്തിട്ടു. വല്ല കാര്യം ഉണ്ടായിരുന്നു. പിന്നെ നമ്മുടെ മലയാളികളുടെ ഒരു പ്രത്യേകത അറിയാമോ? ഏത് സാധനം അത് ഏത് ഭാഷയാണെങ്കിലും നമ്മുടെ കേരളത്തിൽ ചിലവാകും. പക്ഷേ കഥ നോക്കുന്നതിന് മുമ്പ് കുറച്ച് കുനിഷ്ട് കൂടുതലായതുകൊണ്ട് അതിൻ്റെ ലോജിക്ക് അന്വേഷിച്ച് പോകുമെന്ന് മാത്രം. ഇനി തെലുങ്കിലോ തമിഴിലൊക്കെ എന്ന് വെച്ചാൽ നമ്മുടെ അല്ലു അർജുനോ രജനികാന്തൊക്കെ ഇനി എങ്ങനെ പറന്നു വന്നാലും ഹേ ഹേ, അതേപോലെ നമ്മുടെ ഉണ്ണി മുകുന്ദനോ ടൊവിനോ ഒക്കെ ഒന്ന് പറന്നു വന്നാൽ ഹീ ഹീ, അത്ര കുശും ഇത്തിരി ഇടയ്ക്കുണ്ട്. ഈ കോപ്പി വെച്ചിട്ട് പത്രസമ്മേളനം നടത്തുന്ന മന്ത്രിമാരെ കണ്ടിട്ടാണോ എന്ന് അറിഞ്ഞുകൂടാ. മലയാളികൾക്ക് പൊതുവെ കോപ്പിയടി ഇത്തിരി പ്രശ്നം തന്നെയാണ്. ഈ സോഷ്യൽ മീഡിയയുടെ അതിപ്രസരം ഉള്ളതുകൊണ്ട് തന്നെ ചെറിയ തെറ്റു തന്നെ അവർ വലുതായിട്ട് കാണാൻ ചാൻസ് ഉണ്ട്. ഒന്നും വേണ്ട, ഒരു നടൻ ഭയങ്കര സീരിയസ് ആയിട്ട് നിന്ന് കോമഡി ഡയലോഗ് പറയുമ്പോൾ തൊട്ടടുത്ത് നിൽക്കുന്ന നടൻ ചിരിക്കുന്നത് കണ്ടോ? വിത്ത് സ്ലോ മോഷൻ. ടിൻ ടിൻ ടിഡിങ്. ഇനി അടുത്തത്, ഒരു നീല ഷർട്ടുകാരൻ വെടികൊണ്ട് അവിടെ മരിച്ചു കിടന്നതായിരുന്നു, 3ാമത്തെ പ്രാവശ്യം എണീറ്റ് വന്നത് നിങ്ങൾ കണ്ടോ? വിത്ത് സ്ലോ മോഷൻ. ടിൻ ടിൻ ടിഡിങ്. ഇനി നായിക ഈ ഡയലോഗ് പറഞ്ഞപ്പോൾ മുടി അഴിച്ചിട്ടിരിക്കുകയായിരുന്നു, അടുത്ത ഡയലോഗിന് ഓടിപ്പോയി മുല്ലപ്പൂവൊക്കെ വെച്ച് റെഡി ആയിട്ട് വന്ന് നിന്നു, നിങ്ങൾ കണ്ടോ? ടിങ് ടിങ് ടിഡിങ്. ഇത്രയേ ഉള്ളൂ. ഇങ്ങനെയുള്ള ചെറിയ കൊനഷ്ടുകൾ നമ്മൾ മലയാളികൾ മാത്രമേ കണ്ടുപിടിക്കുകയുള്ളൂ. നമ്മുടെ ലാൽ ജോസ് ചേട്ടായിയുടെ സിനിമ ക്ലാസ്മേറ്റ് ഇറങ്ങിയപ്പോൾ എന്തായിരുന്നു പുകില്.
ഈ നേരുമായിട്ട് അത്ര ചേർന്ന് നിൽക്കുന്ന സിനിമ ആയതുകൊണ്ടായിരിക്കാം അത് ഒന്നൊന്നര സിനിമ തന്നെയായിരിക്കും. പക്ഷെ ആ സിനിമ ഇറങ്ങിയ പിന്നെയാണ് റീയൂണിയൻ എന്നൊരു വാക്ക് തന്നെ നമ്മുടെ നാട്ടിൽ നമ്മൾ കേൾക്കുന്നത്. അതിലെ മുരളി എന്ന് പറയുന്ന കഥാപാത്രം പറയുന്നുണ്ട്, കുറേ വർഷങ്ങൾക്ക് ശേഷം നമ്മൾ കൂട്ടുകാരെല്ലാം കൂടെ ഒന്നിച്ചു കൂടിയിട്ട് അന്ന് ജീവിതത്തിൽ ആരാണോ സ്ട്രഗിൾ ചെയ്യുന്നത് അവരെ കൈപിടിച്ച് ഉയർത്തണമെന്ന്. ആ വാക്ക് ഉള്ളിൽ കിടന്ന് തിളച്ചിട്ടാണോന്ന് അറിഞ്ഞൂടാ. എൻ്റെ നരുവാമൂട്ടിലെ അംബികാമി 10ാം ക്ലാസ് റീയൂണിയനിൽ പോയി. ക്ലാസ്മേറ്റായ മോഹനമാമൻ കുറച്ച് സ്ട്രഗിൾ ചെയ്യണോണ്ട് കൈപിടിച്ച് ഉയർത്തിയിട്ട് ഇപ്പോൾ രണ്ടുപേരും കൂടെ ചെന്നൈയിൽ ചട്നി മാമി റെസ്റ്റോറൻറ്റ് ഇട്ട് ബാഹുബലി ദോശയും ചുട്ടുകൊണ്ടിരിക്കുകയാണ്. കാലം പോയ പോക്കെ. ഇനി നമ്മുടെ സിനിമയുടെ തിരക്കഥാകൃത്തിന് അല്ലെങ്കിൽ ഡയറക്ടറിന് തീരുമാനിക്കാം കണ്ടുകൊണ്ട് നിൽക്കുന്നവർ ഏത് ഇമോഷൻ എടുക്കണമെന്ന്. ഒന്നും വേണ്ട, സെയിം സിറ്റുവേഷൻ. ബാലേട്ടനിലെ നമ്മുടെ നെടുമുടി സാറിന് അവിഹിതമുണ്ട്, ഭരതനാട്യ സിനിമയിലെ നമ്മുടെ സായികുമാർ ചേട്ടനും അവിഹിതമുണ്ട്. രണ്ടുപേരും മകനോട് പറയുകയാണ്. നെടുമുടി സാർ പറഞ്ഞപ്പോൾ ലാലേട്ടൻ്റെ മുഖം കണ്ടപ്പോൾ നമ്മൾ കൂടെ കരഞ്ഞുപോയി, എന്ത് ചെയ്യാൻ പറ്റൂലേ. പക്ഷെ ഭരതനാട്യ സിനിമയിൽ ഷൈജു ചേട്ടനോട് പറയുന്നുണ്ട്, ഇതൊക്കെ അമ്മയോട് പറയണം ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റിലെടുക്കാൻ. അതുകൊണ്ട് കുടുകുടാ ചിരിച്ചവരാണ് നമ്മൾ. അപ്പം നമ്മുടെ ഇമോഷൻ എടുക്കാൻ നമുക്ക് സിനിമയ്ക്ക് സാധിക്കുമെന്നുള്ളതാണ്. ഇനി കാലം തെറ്റിയാൽ ഇറങ്ങിയിരുന്നെങ്കിൽ ഓടേ ഇല്ലാത്ത കുറച്ച് സിനിമകളുണ്ട്. ഒന്നും വേണ്ട, നമ്മുടെ വന്ദന സിനിമ ഇപ്പോഴാണ് ഇറങ്ങിയിരുന്നെങ്കിൽ മൊബൈൽ ഫോണുണ്ട്, നായികനും ഒന്നിച്ചനെ. മിന്നാര സിനിമയിൽ മണിയമ്പിള്ള രാജുചേട്ടൻ്റെ കയ്യിൽ ഒരു മൊബൈൽ ഫോൺ ഉണ്ടായിരുന്നെങ്കിൽ കുഞ്ഞിൻ്റെ പേര് മല എന്ന് പറഞ്ഞ് വിളിച്ചു പോവേണ്ടി വരൂലായിരുന്നു. ആ കോമഡി സീൻ അവിടെ കട്ടായി പോയേനെ. കിലുക്കത്തിൽ നമ്മുടെ രേവതി അച്ഛൻ അന്വേഷിച്ച് പറഞ്ഞ ഒരു രംഗമുണ്ട്. അത് ഇപ്പോഴായിരുന്നെങ്കിൽ ആരെങ്കിലുമൊക്കെ പറഞ്ഞനെ പോയി DNA ടെസ്റ്റും കൊണ്ടുപോവാ എന്നിട്ട് അച്ഛനാണെന്ന് തീരുമാനിക്കുകയാണ്. അതുപോലെ പഴയ ഒരു സിനിമയുണ്ട് 1 മുതൽ 0 വരെ. അതിൽ ഭർത്താവ് മരിച്ചു പോയപ്പോൾ ഭാര്യയുടെ ക്യാരക്ടർ ആ വീട് ഒന്നും അനക്കാതെ, എന്തിന് പൊടി പോലും അടിക്കാതെ, കസേര പോലും മാറ്റാതെ അങ്ങനെ വെച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇപ്പോഴായിരുന്നെങ്കിലോ ഭർത്താവ് മരിച്ച പിറ്റേന്ന് എല്ലാ സാധനവും വാരി ചാക്കി കെട്ടി കട്ടിൻ്റെ അടിയിൽ ഇടുന്ന ഭാര്യമാരെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പണ്ടത്തെ കാലത്ത് ഒരു സിനിമ ഇറങ്ങണ എങ്ങനെ നമ്മൾ അറിയണത് പോസ്റ്റർ വഴിയോ ഇല്ലെങ്കിൽ ചിത്രഗീതത്തിൽ നല്ല നല്ല പാട്ടുകൾ കേട്ടിട്ടോ ഒക്കെ അല്ലേ. പക്ഷേ ഇപ്പം അറിയണമെന്നുണ്ടെങ്കിൽ സിനിമ റിലീസാവുന്നതിന് മുമ്പ് നായികനും കൂടെ ഏതെങ്കിലും കോളേജിൽ പോയി കിടന്ന് തുള്ളും, ഇല്ലെങ്കിൽ നായകനോ എന്തെങ്കിലും വിവാദത്തിൽ ഏർപ്പെടും. ഒന്നും വേണ്ട, ഡയറക്ടർ ഇവരെക്കുറിച്ച് എന്തെങ്കിലും വിവാദ പ്രസ്താവനയൊക്കെ നടത്തും. ഇതൊക്കെ കഴിയുമ്പോൾ നമുക്ക് ആ സിനിമ കാണാനുള്ള ഒരു ക്യൂരിയോസിറ്റി കൂടും. പക്ഷെ അങ്ങനത്തെ സിനിമയൊക്കെ നമ്മൾ ആദ്യത്തെ ദിവസം തന്നെ പോയി കണ്ടിരിക്കണം. വേറൊന്നും കണ്ടില്ല, രണ്ടാമത്തെ ദിവസം അത് ആ തിയേറ്ററിൽ ഉണ്ടാവില്ല. അതുകൊണ്ട് മാത്രമാണ്. ഒന്നും വേണ്ട, ഈ നായകനും നായികയൊക്കെ ഈ രാഷ്ട്രീയത്തിൽ ഇറങ്ങുന്നതിനെ പറ്റി നിങ്ങളുടെ അഭിപ്രായം എന്താ? എനിക്ക് അത്ര വലിയ അഭിപ്രായമൊന്നുമില്ല, എന്നാലും കുഴപ്പമില്ല. MLA-മാരെയും മന്ത്രിമാരെയൊക്കെക്കാളും നമ്മളെ ജനങ്ങളുടെ ഒരു പൾസ് അറിയാവുന്നുള്ളത് ഈ സിനിമാ നടന്മാർക്ക് തന്നെയാണല്ലേ. പക്ഷേ നമ്മളുടെ ഒരു പ്രശ്നമാണ് എന്തെന്നറിയാമോ, ഈ സിനിമയിൽ കാണുന്നവർ തന്നെ ആയിരിക്കും ജീവിതത്തിലും എന്ന് അവരുടെ ക്യാരക്ടർ തന്നെ ആയിരിക്കും നമ്മൾ പ്രതീക്ഷിക്കുന്നത്. നമ്മുടെ മാത്രം തെറ്റാണ്. ഈ സത്യസന്ധമായ രാഷ്ട്രീയ കസേരയ്ക്ക് ഒരു കുഴപ്പമുണ്ട്. ഒരുപാട് വലിയ സത്യസന്ധമാരായ മന്ത്രിമാർ, ഇപ്പോഴുള്ള മമ്മമാരല്ല പണ്ടുള്ളവർ ഇരുന്ന കസേര ആയതുകൊണ്ട് അതിലൊന്ന് തൊട്ട് കഴിയുമ്പം ഉള്ളിലുള്ള ഫ്രോഡ് ഇങ്ങനെ പുറത്തു വരും. നമ്മുടെ നീലക്കുറുക്കം കുളിച്ചതുപോലെയാവും. അതുകൊണ്ട് മാത്രം സംഭവിക്കുന്ന കുറച്ച് കാര്യങ്ങളാണ്. ഇവർ സിനിമയിൽ കാണുന്ന പോലെ തിന്മയ്ക്കെതിരെ പോരാടി കുതിരപ്പുറത്ത് വന്ന് നന്മയെ മാത്രം രക്ഷിക്കുന്നവരായിരുന്നെങ്കിൽ നമ്മുടെ നാട് എന്നേ നന്നായനല്ലേ. അങ്ങനെ ആവണേന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ സിനിമ എന്ന് പറഞ്ഞാലേ ഒരുപാട് പേരുടെ അധ്വാനമാണ്, ഒരുപാട് പേരുടെ സ്വപ്നമാണ്. എന്തിന്? നമ്മളെല്ലാവരെയും കൊതിപ്പിക്കുന്ന എന്തോ ഒന്ന് ആ സിനിമയിലുണ്ട്. അതാണല്ലോ സിനിമ എന്ന് പറയുമ്പോൾ നമുക്ക് ഇത്രയും ക്യൂരിയോസിറ്റി. പക്ഷേ ഇപ്പോഴത്തെ കാലത്ത് ഈ ഫാൻസിൻ്റെ അതിപ്രസരം കാരണം, കള്ള റിവ്യൂ കാരണം അർഹതയുള്ള ഒരുപാട് സിനിമ പൊട്ടിപ്പോവാറുണ്ട്. അതുകൊണ്ട് ഇതൊക്കെ മാറ്റി വെച്ചിട്ട് നമുക്ക് നല്ല സിനിമകൾ കണ്ടു തന്നെ മനസ്സിലാക്കാൻ വേണ്ടി നേരെ തിയേറ്ററിലേക്ക്